നമസ്കാരം പ്രിയപ്പെട്ടവരെ, കാരക്കുന്ന് ന്യൂസും എളങ്കൂർ ന്യൂസും നടത്തുന്ന വോട്ട് വണ്ടിയാണ് ഈ പ്രയാണം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഈ എളങ്കൂർ 15-ാം വാർഡിലാണ് നമ്മളുള്ളത്. വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് വാർഡിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വോട്ടർമാരോട് തന്നെ ചോദിക്കാം ഇവിടെ ആര് ജയിക്കുമെന്നുള്ളതൊക്കെ. എളങ്കൂറിലെ സാധ്യതകളൊക്കെ എളങ്കൂർ ഇവിടെ ഇപ്പോൾ കണ്ട് നോക്കുമ്പോൾ LDF തന്നെയാണ് മുൻതൂക്കം. ഇവിടെ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ആണല്ലേ? LDF മെമ്പർ തന്നെയാണ്. LDF വരുന്നില്ല തന്നെയാണ്. കാരണം സാധ്യത കുറവാണ്. UDF BJP ഒന്നും ഇല്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ തന്നെയാണ്. എളങ്കൂറിനെ നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരം ഇവിടെ നടക്കാറുണ്ട്. ത്രികോണ മത്സരം അല്ല പ്രാവശ്യം. ഇപ്പോൾ ഒരു ത്രികോണ മത്സരം കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ കുറച്ച് BJP ഓടിച്ചു. അങ്ങനെ പ്രാവശ്യം അത് കാണുന്നില്ല. ഇവിടെ വലിയൊരു കടുത്ത മത്സരമായിട്ട് തോന്നുന്നില്ല നമുക്ക്. ഒന്നാമത് സ്ഥാനാർത്ഥികൾ ഇവിടെ ഇപ്പോൾ കണ്ടുവന്നതിൽ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ LDF സ്ഥാനാർത്ഥി തന്നെയാണ് അത്യാവശ്യം മെജോറിറ്റിയിലെ കൂട്ടത്തിൽ. എളങ്കൂർ ഈ വർഷം എന്തായാലും UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ എഞ്ചിനി ജയിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. പഴയ കാലത്ത് മാതിരിയല്ല, ഇപ്രാവശ്യം വാർഡിൻ്റെ വിഭജനമൊക്കെ വന്നപ്പോൾ UDF വ്യക്തമായ മേൽക്കോയ്മ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തെ ഇവിടുത്തെ LDF മെമ്പറായിരുന്ന നിഷ വീണ്ടും അവർ തന്നെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എളങ്കൂർ ഭാഗത്ത് ഒരുപാട് റോഡുകളും പല വികസനങ്ങളും എത്താത്ത മേഖലകളൊക്കെ ഉണ്ട്. ഇപ്പം വീട് അർഹരായവർക്ക് വരെ വീട് കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ റോഡ്, നമ്മുടെ PHC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണല്ലോ PHCൻ്റെ റോഡൊക്കെ ഒരു കാലങ്ങളായിട്ട് ടാറിങ് ചെയ്യാതെ കിടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഒരു ഫണ്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ താൽക്കാലികം കുറച്ച് നീളമെങ്കിലും അത് ഇൻ്റർലോക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യത്തെ പൊതുവായ നമ്മൾ ഈ നാട്ടിലൊരു വികാരം എന്ന് പറയുന്നത് UDF അനുകൂലമായിട്ടാണ്. എന്തായാലും രഞ്ജിനി ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ LDF നിഷ ജയിക്കും. നല്ല തഴക്കും പഴക്കും ചെന്ന സ്ഥാനാർത്ഥിയാണ്. അതിനെ ജയിക്കുള്ളൂ. മാറ്റം ഉണ്ടാവില്ല. നല്ല ടഫായ മത്സരം തന്നെയാണ്. രണ്ട് മുന്നണികൾക്കും നല്ല സ്വാധീനം തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ആർക്കാണ് ഒരു മുൻതൂക്കം? അവസാന വിജയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ പറയാം, ഏകദേശം അവർ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാർഡ് ഒക്കെ എല്ലാ സ്ഥാനാർത്ഥികളൊക്കെ ഓട്ടോറിക്ഷയിലായതുകൊണ്ട് കൊണ്ടുപോകലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല വിജയപ്രദമായിട്ട് തന്നെയാണ് എല്ലാവരും പറയണേ. അവസാന നിമിഷത്തിൽ കാത്തിരുന്ന് കാണാം. ഇവിടെ LDF സ്ഥാനാർത്ഥി നിശ്ചയിക്കും. മാറ്റം ഉണ്ടാവില്ല. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചാൽ തന്നെ ജയിക്കാൻ സാധ്യതയുള്ളൂ. LDF മാറ്റം ഉണ്ടാവില്ലെന്ന് തോന്നണത്. എളങ്കൂർ UDF ജയിക്കുള്ളൂ. കാരണം ഇവിടെ ഈ കഴിഞ്ഞ 5 വർഷം നടന്ന വികസന പ്രവർത്തനം നോക്കുമ്പോൾ തന്നെ മറ്റു വാർഡുകളും ഇവിടുത്തെ ഈ മൈലൂത്ത് വാർഡുമ്പോൾ കമ്പയർ ചെയ്തുമ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ UDF മാത്രമേ ജയിക്കുന്നുള്ളൂ. ഇവിടെ LDF തന്നെയാണ്. LDF തന്നെയാണ്, ഉറപ്പാണ്. ആര് ജയിക്കുന്ന മെമ്പർമാരല്ലേ? ആർക്ക് 2 വോട്ട് മറിയണോ അവർ കഴിച്ചിലാവും. 3 തുല്യ ശക്തികളാണ് നമ്മളെ ഏരിയ നോക്കുകയാണെങ്കിൽ. നമ്മോടൊപ്പം ഉള്ളത് ഇന്ന് 15-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ്. എന്താണ് ഇപ്പം ഒരു പ്രതീക്ഷകളൊക്കെ? അവസാന ഘട്ടത്തിലാണ്, ഞങ്ങളിപ്പോൾ പ്രചരണത്തിലാണ് എല്ലാവരും. ഇപ്രാവശ്യം ഞങ്ങൾ 15-ാം വാർഡ് മൈലൂത്ത്, തൃക്കലങ്കോട് പഞ്ചായത്തിലെ മൈലൂത്ത് 15-ാം വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കും. UDF ഇപ്രാവശ്യം ഞങ്ങൾ പിടിച്ചെടുക്കും. ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇത്രയും ആളുകൾ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതേപോലെ പുറത്തുനിന്നുള്ളത്, അതായത് ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും പോസിറ്റീവായിട്ട് എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 5 വർഷക്കാലമായിട്ട് ഇവിടെ ഒരു വികസനവും വന്നിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഈ റോഡ് പാസ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവാൻ പറ്റും. ഇത്രയും കാലമായിട്ട് 5 വർഷത്തോളമായിട്ട് ഒരു വികസനവും ഇല്ലാതെ മുരടിച്ച് കിടക്കുന്ന ഒരു വാർഡ് തന്നെ ഇത് നമുക്ക് പറയാം. അപ്പോൾ അടുത്ത ഈ ഇലക്ഷനിൽ 13-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ ഈ വാർഡ് പിടിച്ചെടുക്കും. തുടർ ഭരണം ഞങ്ങൾ കയ്യിലേക്കും. എല്ലാ വികസനവും ഞങ്ങൾ ഈ നാട്ടിൽ കൊണ്ടുവരും. ജനങ്ങൾക്കായിട്ടുള്ള ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാവരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണമായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും ചെയ്യും. എല്ലാവർക്കും എല്ലാ വീടുകളും ഞങ്ങൾ 3-ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ കയറി ഇറങ്ങുന്നത്. അവസാന ഘട്ടത്തിലാണ്. അതെ, അവസാന ഘട്ടത്തിലെ മാക്സിമം വോട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരുടെയും ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് 13-ാം തീയതി പറഞ്ഞല്ലോ, ഞങ്ങൾ പൊളിച്ചെടുക്കും. എല്ലാവരും പറയുന്നത് മാറ്റം വേണം. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളെ 15-ാം വാർഡിൽ
ഒന്നും ചെയ്തിട്ടില്ല, ഒരു വർക്കും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് തീർത്തും പറയുന്നു ആളുകൾ. അപ്പോൾ ആ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സ്ഥാനാർത്ഥി പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഞങ്ങൾ വിജയിക്കും. തൃക്കലങ്കോട് പഞ്ചായത്തിൽ UDF LDF കടാകടയിൽ പോകും. ഇളങ്കൂറെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാത്തിരുന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ LDF ജയിച്ചെന്നാ പറയണത്. അങ്ങനെ നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വന്നൂടായില്ല. ഇപ്പോഴത്തെ പോക്ക് കണ്ടാൽ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടൊക്കെയാണ് കാണുന്നത്. ടൈറ്റേ കാരണം കാരക്കുന്ന് ന്യൂസും എളങ്കൂർ ന്യൂസും നടത്തുന്ന വോട്ട് വണ്ടിയിൽ നമ്മോടൊപ്പം LDFന്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചാണ് ചേരുന്നത്. എന്താണ് ഇവിടുത്തെ പ്രതീക്ഷകളൊക്കെ? പ്രതീക്ഷയാണ്, നല്ല പ്രതീക്ഷ, നല്ല വിജയം, നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്ന നല്ല പ്രതീക്ഷയാണ്. ഇവിടുത്തെ വികസനമൊക്കെ എന്താണ്? ഇതിനു മുന്നേ മെമ്പർ ചാരുന്നതായിരുന്നു, അതുകൊണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവിടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുക. ഇവിടെ പ്രതീക്ഷ ഇപ്പോൾ പോയ സ്ഥാനാർത്ഥി ഇത് 3-ാം തവണ 4-ാം തവണറ്റാണ്. ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. അങ്ങനെയാണ്. കഴിഞ്ഞാണ് BJP കുറേ വോട്ടൊക്കെ പിടിച്ചപ്പോൾ വാർഡൊക്കെ മാറിയത് കൊണ്ട് അവർക്ക് ജയിക്കാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പൊതുവെ പറയുന്നത് UDFനാണ്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടമാണ് വാർഡിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ജനവിധി എന്താണെന്നുള്ളത് 13-ാം തീയതി നമുക്ക് കാത്തിരുന്ന് കാണാം.